ഹായ് എവരി വൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ സ്കിൽസ് എന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഓൺലൈൻ ത്രൂ നമ്മുടെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്താൻ ഒരു പ്രധാന കാരണം, പല കമ്പനികൾക്ക് വേണ്ടി, വിവിധ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഓരോ കമ്പനികൾക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ അടങ്ങിയ ഇൻ്റർവ്യൂ സെഷൻസ് നൽകിക്കൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മൈൻഡ് മാഗ്ന ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രോഗ്രാം നമ്മുടെ മഞ്ചേരി നടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നേരിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടോ അതല്ല എങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടോ ഇൻ്റർവ്യൂ സ്കിൽസ് എന്ന ഏരിയ പഠിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നല്ല ജോലി നേടുന്നതിന് വേണ്ടി നിങ്ങളെ മൈൻഡ് മാഗ്ന ട്രെയിനിങ് ആൻഡ് റിസർച്ച് പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഒരു ഗ്രാജുവേഷൻ ഉള്ള ആൾ അതിന് പുറമെ മറ്റ് എന്തെല്ലാം അറിവുകൾ ആർജിച്ചിരിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇന്നത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ജോലിക്കാരനെ എങ്ങനെയും തേടിപ്പിടിച്ച് അവന് ജോലി കൊടുക്കുക എന്നുള്ളതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് വളരെ സയൻറ്റിഫിക്കായി ഒരു ഫിൽട്ടറിങ് പ്രോസസ്സിലൂടെ ആളെ മനസ്സിലാക്കുകയും ആളെ കഴിവുകളെ തിരിച്ചറിയുകയും എൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ ഈ വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ സ്ഥാപനത്തിന് ഉപകാരപ്പെടുമെന്നും തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഗോൾസ് എനിക്കും എൻ്റെ സ്ഥാപനത്തിനും ഉപയോഗപ്പെടുത്താമെന്നും എനിക്ക് ബോധ്യം വരുന്നത് വരെ ഞാൻ ആ ഒരു വ്യക്തിയെ സംശയത്തോടു കൂടി മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. സോ അത്തരം കടമ്പകൾ കടന്ന് മുന്നോട്ട് പോകാനും ഇൻ്റർവ്യൂ എന്ന് മാത്രമല്ല, ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യണം, എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് സുപ്പീരിയർ അതോറിറ്റിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് മാനേജ്മെൻറ്റിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഹയർ അതോറിറ്റിക്ക് നിങ്ങൾ റിപ്പോർട്ട് നൽകേണ്ടത്, എങ്ങനെയാണ് ഹയർ അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് ടൈംലി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിത്യാദി എല്ലാ കാര്യങ്ങളും ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും നിങ്ങളെ പ്രാപ്തിയുള്ള ആളുകളെ ആയി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് മാഗ്ന നൽകുന്ന ഇൻ്റർവ്യൂ സ്കിൽസ് എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 1 to 2 days റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനായി നമ്മളിത് നൽകുമ്പോൾ കുറച്ച് എക്സ്റ്റൻഡഡ് വെർഷനിലേക്ക് പോകുമെങ്കിലും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രയോ ക്യാഷ് ചിലവാക്കിയിട്ടാണ് നിങ്ങൾ ഗ്രാജുവേഷൻ നേടുന്നത്. അതുപോലെ എത്രയോ സമയമെടുത്ത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ എക്സാം പാസ്സാവുന്നത്. പക്ഷേ നിങ്ങൾ പഠിച്ച അക്കാഡമിക് ലെവലിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിക്കൊണ്ടാണ് കോർപ്പറേറ്റ് കമ്പനികൾ, അതല്ലെങ്കിൽ വിവിധ ഇൻഡസ്ട്രികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വലിയ വലിയ കമ്പനികൾ അവരുടെ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും. ഇന്നത്തെ കാലത്ത് റിക്രൂട്ടിങ്ങിന് വേണ്ടി മാത്രം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മൈൻഡ് മാഗ്ന ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ കമ്പനികൾക്ക് കൊടുത്ത ശേഷം അവരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞ ശേഷം പലപ്പോഴും നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഫ്ലോർ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരികയും വീണ്ടും ട്രെയിനിങ് നൽകി നിങ്ങളെ തിരിച്ചയക്കുന്ന ഒരു പ്രോസസ്സ് കൂടി നമുക്കിവിടെ ഉണ്ട്. സോ നിങ്ങളെന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് കഴിഞ്ഞ ശേഷം 1, 2, 3 ദിവസത്തെ ട്രെയിനിങ്, റെസിഡൻഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം എല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. നിങ്ങളെ ഏകദേശം ആ കമ്പനിയുടെ കീഴിൽ നിന്നുകൊണ്ട് 2 വർഷത്തോളം നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുകയും നിങ്ങൾ അപ് ടു ഡേറ്റ് ആണ് എന്ന് കമ്പനിക്ക് ബോധ്യമാവുന്നത് വരെ നിങ്ങളുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകിയ ശേഷം നിങ്ങളെ നമ്മൾ എന്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നു എന്ന് വെച്ചാൽ
അടുത്ത 2 വർഷം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് നൽകിയ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാനും ആ ജോലിയിൽ പ്രൊമോഷനോട് കൂടി ഉയർന്ന സാലറിയോട് കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മോണിറ്ററിംഗ് പ്രോസസ്സ് ഉള്ളത്. അത് പലപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടാവാം, അതല്ലെങ്കിൽ കമ്പനിയെ നേരിട്ട് അന്വേഷിച്ചു കൊണ്ടാവാം. സോ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. സോ എനിബഡി വില്ലിംഗ് ടു ജോയിൻ വിത്ത് അസ് ഫോർ ഇൻ്റർവ്യൂ സ്കിൽസ് പ്രോഗ്രാം, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്കിൽസ് മാത്രമല്ല, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ്സ് നമ്മൾ നൽകുന്നുണ്ട്. അത് വേറെ ബാച്ചാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ജോയിൻ ഫോർ ദാറ്റ് കോഴ്സ് ഓൾസോ. സോ ഇതെല്ലാം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഇൻ്റർവ്യൂ സ്കിൽസ്, മറ്റുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകൾ എല്ലാം നമ്മൾ ചെറിയ ചെറിയ മൊഡ്യൂളുകളായി നൽകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് അത്യാവശ്യമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം, റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ ഓൺലൈൻ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾക്കതിന് ഇൻഫർമേഷൻ കിട്ടും, നിങ്ങൾക്കതിന് ജോയിൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ സ്കില്ല് എന്തുകൊണ്ട് പഠിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു കമ്പനിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത് 1-2 ആളുകൾ മാത്രമായിരിക്കാം. പക്ഷേ ആ 1-2 ആളുകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ തയ്യാറാക്കി കൊടുത്ത 100-150 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനെയർ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യനെയർ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെങ്ങനെ ഫീഡ്ബാക്ക് നൽകുന്നു എന്നെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയും നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവരവിടെ റേറ്റിംഗ് നിങ്ങൾക്ക് നൽകുന്നത്. സോ ദർ ഈസ് എ ലോങ് ക്രൈറ്റീരിയ വെയിറ്റിംഗ് ഫോർ യു. സോ അത്തരം ക്രൈറ്റീരിയ കൊണ്ട് തന്നെയാണ് ഓരോ നല്ല ഉദ്യോഗാർത്ഥിയും നല്ല ജോലി നേടുന്നതും നല്ല സാലറിയിലേക്ക് എത്തുന്നതും. പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാവും, ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ, സാധാ കമ്പനികൾ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് ആളുകൾ ജോലി കയറുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനികൾ. നിങ്ങൾക്കൊരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കൾച്ചറുള്ള കമ്പനി ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി ഒരു വലിയ 100, 200, 500 ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾ എന്ന് പറയുന്നത് നിങ്ങൾ 1, 2, 3 ആളുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു കൾച്ചർ ആവില്ല അത്തരം കമ്പനികൾക്ക്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും. അത്തരം ഓപ്പറേഷനിൽ വിവിധ തരം ആളുകൾ ആ ബ്രാഞ്ചിനെ മാനേജ് ചെയ്യുന്നുണ്ടാവും. അതിന് സീനിയർ ഹെഡ് ഉണ്ടാവും, അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും. സോ പലതരത്തിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും അസോസിയേറ്റ് ചെയ്തുകൊണ്ടുമാണ് ആ കമ്പനികളെല്ലാം വർക്ക് ചെയ്യുന്നത്. സോ അത്തരം വലിയ കമ്പനികളിലേക്ക് നടന്നു കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉള്ളതൊരു ഡിഗ്രി മാത്രമല്ല, തികഞ്ഞ ശുഭാപ്തി വിശ്വാസവും തികഞ്ഞ അറിവും പക്വതയും നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. സോ ഇന്ന് ധാരാളം കമ്പനികൾക്ക് നല്ല നല്ല ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. പക്ഷേ ഡിഗ്രി ഉണ്ടായിട്ടും അവർക്ക് ജോലി ലഭിക്കാതിരിക്കാൻ ഒരു പ്രധാന കാരണമായി നമ്മൾ കണ്ടെത്തുന്നത് അവർക്ക് ഇൻ്റർവ്യൂ സ്കില്ല് നേടാതെ അവർ വളരെ റോ ഡാറ്റയുമായി ഇൻ്റർവ്യൂവിനെത്തുകയും അവർ പിന്തള്ളപ്പെടുകയും ചെയ്യും. പല നല്ല കമ്പനികളിലേക്കും വരുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം ട്രെയിനിങ്ങുകളെല്ലാം കഴിഞ്ഞ് അവരുടെ വേഷങ്ങൾ, അവരുടെ ഭാവപ്രകടനങ്ങൾ, അവരുടെ അപ്പിയറൻസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻസ്, ലാംഗ്വേജ് സ്കിൽസ് എന്നെല്ലാം പെർഫെക്റ്റായി ആയ ശേഷം പോലും പലപ്പോഴും പല ചോദ്യങ്ങളുടെ മുന്നിലും അവർ തരിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. കാരണം നമ്മൾ നൽകുന്ന ഈ 100-150 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആളുകളെ മനസ്സിലാക്കിയ ശേഷം ഓരോ കാറ്റഗറി ആളുകളെ കാണുമ്പോൾ അവർ ക്വസ്റ്റ്യനെയർ എടുക്കുകയും അത്തരം ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവില്ല അവർ നിങ്ങളോട് ചോദിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഡേഞ്ചർ ഏരിയ ടു കവർ ദി ഇൻ്റർവ്യൂ സോൺ. സോ ഇൻ്റർവ്യൂ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പോലെ തന്നെ നിങ്ങൾക്ക് മെൻ്റലി നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തിരിച്ചറിവുകളും നൽകിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ അത് എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് കൂടി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇൻ്റർവ്യൂ സ്കിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഏരിയയിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി കൺസെപ്റ്റ്. നമ്മൾ മനഃശാസ്ത്രപരമായി എങ്ങനെയാണ് വ്യക്തികൾ തമ്മിൽ ഇടപെടുന്നത് എന്നും എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും മറ്റു ആളുകൾ മനസ്സിലാക്കുന്നത് എന്നും
ഒരു വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ ഒരു കമ്പനിയുടെ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഹയറാർക്കിയെ ഫോളോ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സൂപ്പർവൈസറെ ഫോളോ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മാനേജേഴ്സിനെ കാണേണ്ടതെന്നും എല്ലാം വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ് ഇൻ്റർവ്യൂ സ്കിൽസ് പോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നതും. സോ നിങ്ങളുടെ ഓരോ സ്റ്റെപ്സും നിങ്ങൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ നോക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ ഒരു കപ്പ് ചായ പോലും നിങ്ങൾ എടുത്ത് പിടിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഓഫീസിൽ മറ്റാളുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ പാകപ്പിഴകൾ തെറ്റുകൾ വരാതെ ഇരിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡ് മേഖല നൽകുന്ന ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ബട്ട് യു ഹാവ് ടു ഗോ അണ്ടർ സച്ച് ട്രെയിനിങ്സ്. മറ്റേതൊരു കമ്പനിയും മറ്റേതൊരു സ്ഥാപനവും നിങ്ങൾക്ക് അത്ര നല്ല ട്രെയിനിങ്ങുകൾ തരുന്നുവെങ്കിൽ പ്ലീസ് ടേക്ക് ദാറ്റ് ട്രെയിനിങ് ആൻഡ് ദെൻ യു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ. സോ ഇൻ്റർവ്യൂ സ്കിൽസ് എന്നതും അതുപോലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നതും രണ്ടാണെങ്കിൽ പോലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ റെക്കമെൻഡ് യു പീപ്പിൾ ടു ഗെറ്റ് ദ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ് ആസ് വെൽ ആസ് ഇൻ്റർവ്യൂ സ്കിൽസ്. ഇത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾ ഇൻ്റർവ്യൂവിന് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കമ്പനി നൽകുന്ന പാക്കേജിനേക്കാൾ വലിയ പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. കാരണം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. സോ അത്തരം ആളുകളായി നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ട് ഇൻ്റർവ്യൂവിന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ സാലറി അത്തരം കമ്പനികൾ നൽകാറുണ്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഇൻ്റർവ്യൂ സ്കിൽസ് നൽകിയ ശേഷം നമ്മൾ അവർക്ക് കൊടുത്ത ഒരു ബേസിക് പാക്കേജ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തത് കാരണം നമ്മൾ നൽകിയതിനേക്കാൾ 35% ഹയർ സാലറി ആ കമ്പനി അവർക്ക് നൽകുകയുണ്ടായി. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ അസ്. ഞാനതെല്ലാം പറയുന്നത് കാരണം അത് നമുക്കൊരു കേസ് ഹിസ്റ്ററി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത്തരം കേസ് ഹിസ്റ്ററി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിലൂടെ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നേടിയെടുക്കാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് സബ്ജക്റ്റ് ഈസ് to make you perfect to gain better salary and professional job. So this is all about the subject of today with interview skills. So ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മാസവും നമുക്ക് റെസിഡൻഷ്യൽ ആയിക്കൊണ്ടും ഓൺലൈൻ ഓഫ്ലൈൻ ആയിക്കൊണ്ടും പലപ്പോഴും നമുക്ക് ഇത്തരം ട്രെയിനിങ്ങുകൾ നടന്നു വരുന്നുണ്ട്. സോ ഇഫ് യു ലൈക്ക് ടു ജോയിൻ അസ് ജസ്റ്റ് ഗിവ് മി എ കോൾ. എൻ്റെ നമ്പർ 85 47 48 47 69. സോറി, ഐ ഫോർഗോട്ട് മൈ നമ്പർ. 85 47 48 47 69. സോ ദിസ് ഇസ് മൈ നമ്പർ. ട്രൈ ടു ഗിവ് മീ വാട്സപ്പ് മെസ്സേജ്. ഓക്കെ, ബിക്കോസ് പലപ്പോഴും നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. ബട്ട് ഐ പ്രിഫർ ടു ഗെറ്റ് യുവർ മെസ്സേജ് ഇൻ എ വാട്സപ്പ് ഫോം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇൻ്റർവ്യൂ സ്കിൽസ് എന്നത് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് എന്ന് പല രൂപത്തിലും നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയ ടു പെർഫോം ആൻഡ് യു വിൽ എൻജോയ് ഇറ്റ്. മറ്റൊരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ജോബിന് ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ യുവ തലമുറ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ദ ക്വസ്റ്റ്യൻസ് വിച്ച് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇതുവരെ കേൾക്കാത്ത ചോദ്യങ്ങളായിരിക്കാം. പലപ്പോഴും നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചോദ്യങ്ങൾ, നിങ്ങൾ ഒട്ടും മനസ്സിൽ കരുതാത്ത ആൻസർ അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുക. എന്തിന് നിങ്ങൾ ഈ ജോലിക്ക് വന്നു? ഹൂ ഗൈഡഡ് യു ടു ബി ഹിയർ ആൻഡ് വാട്ട് ഈസ് ദ മോട്ടീവ് behind you to approach for this job, and how did you find us to take a job from this office? അതുപോലെ തന്നെ അവർ ചോദിക്കും നിങ്ങളുടെ ലൊക്കേഷൻ, സാലറി, യുവർ ഫ്രണ്ട്ഷിപ്പ്, they will ask you about your social media presence. സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുമ്പോൾ you will be able to control your social media, you will be able to talk perfectly with each and everyone in your life. So these are the good benefits which you are going to get out of this interview skills and office administration courses. So no matter
wherever you live, but join us and be part of Mind Magna Training and Research. Thank you very much.